പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശുക്രിസ്തു നാമത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ പരിഹാരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളുണ്ട് ഈശോയെ, കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി, സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി, കണ്ടവരുടെ മനുഷ്യൻ്റെ കഴുത്തേ കയറിക്കൊണ്ട് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ലുക്ക 13:21 വായിച്ചേ. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? എന്താ കാര്യം അറിയാവാ? ആർക്ക് മുമ്പോട്ട് വചനമുണ്ട് അവിടെ, അത് വായിച്ചേ. അതിന്റെ മുകളിലുള്ള വചനം വായിച്ചേ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ യാത്ര മുഴുവനും കൂടെ കക്ഷികളാ നിൽക്കണത്. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റും കർത്താവുമായിട്ട് വളരെ ആ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ നിർവൃതി കൊണ്ട് അഭിഷേകം പ്രാപിച്ച ഒരു ആളാണിത്. എല്ലാ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും ഇയാളുണ്ടാവും, പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഇയാളുണ്ടാവും. എല്ലാം കൂടി കേട്ടിട്ട് അവസാനം കർത്താവിനോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. കേട്ട് കർത്താവുമായിട്ട് നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഒരു ഓർഡിനറി മാനാണ്. പക്ഷേ ഈ ഓർഡിനറി മാൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ എല്ലായിടത്തും കർത്താവ് ചില സ്ഥലത്തും എല്ലാം ഉണ്ടാവും. കർത്താവിൻ്റെ പ്രസംഗത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാത്രിയും പകലും നാട്ടിലും നഗരത്തിലുമൊക്കെ ഇയാളെ കാണും. അങ്ങനെ ഈശോയോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അയാൾ അവസാനം ആത്മാർത്ഥമായിട്ട് വിളിച്ച് ചോദിക്കും, കർത്താവേ, ഞാൻ നിൻ്റെ കൂടെ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൊതിയോടുകൂടി കേട്ടു. ഇപ്പം എനിക്ക് മനസ്സിലായത് രക്ഷപ്പെടുന്ന ആൾക്കാർ ചുരുക്കമാണെന്നാണ്. ശരിയാണോ? ഞാൻ മനസ്സിലാക്കിയ ശരിയാണോ? എന്താ ഈശോ പറയണമെന്ന് മടി? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. എന്താ സംഭവം എന്ന് പറയാം, അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഫിൽട്ടറിങ് ആണ്. ഒരു ഘട്ടത്തിൽ എല്ലാവരും കയറാൻ പറ്റും, അടുത്ത ഘട്ടത്തിൽ കുറച്ച് പേർ കയറാൻ പറ്റും, അടുത്ത ഘട്ടത്തിൽ ചുരുങ്ങി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം. 1 തിമോത്തി 2:4 എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ പോകെ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പട്ടാളക്കാരെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു നമ്മുടെ ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ട്. അപ്പോൾ അദ്ദേഹം കൊമഡോറായി അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് 1 സ്റ്റാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കുറേ ടൈം ഉണ്ട് ഇനിയും. അപ്പോൾ ഒരു പക്ഷേ അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 3 സ്റ്റാർ വല്ലതും കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടം ചെല്ലും തോറും ദൈവരാജ്യം ഏതാണ്ട് ഇതുപോലെയാണ്. വെച്ചാൽ ആ 1 സ്റ്റാർ കൃപയുടെ 1 സ്റ്റാറുള്ളവരുണ്ടാവും, 2 സ്റ്റാറുള്ളവരുണ്ടാവും, 3 സ്റ്റാറുള്ളവരുണ്ടാകും. അത് ദൈവരാജ്യം ഈ ബലപ്രയോഗത്തിന് വിധേയമായിരിക്കണം എന്ന് പറയാൻ കാര്യം ഇതാണ്. ഇപ്പോൾ ഓരോരോ ഘട്ടം ചെല്ലുന്തോറും നമുക്ക് പുതിയ ശക്തിയും പുതിയ കൃപയും, അല്ലാതെ ആദ്യത്തെ സിലബസ് തന്നെയല്ല പിന്നെ ഫോളോ ചെയ്യണത്. സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ പണ്ട് വിജയകുമാർ എന്നോട് പറയുമായിരുന്നു, എന്താണ് അച്ഛാ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് പറയും. പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ, അത് ശരിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ടെസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ടെസ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. എൻ്റെ പേര് മറിയാമ്മ സെബാസ്റ്റ്യൻ. ഇത് എൻ്റെ അമ്മച്ചിയാണ്, ത്രേസ്യാമ്മ വർഗീസ്. ഞങ്ങൾ അർത്തുങ്കൽ ബസിലിക്ക ഇടവാംഗങ്ങളാണ്. ഞാൻ ഉടമ്പടി എടുത്തത്
20/4/2021 ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം, എൻ്റെ അമ്മച്ചി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് നട്ടെല്ല് പൊട്ടുകയുണ്ടായി. ഞങ്ങൾ 10-75 ദിവസം 2-3 ആശുപത്രിയിലായി അഡ്മിറ്റായിരുന്നു. അപ്പോൾ അവസാനം വണ്ടാനത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മച്ചി ഫുൾ ബെഡിലായി പോയായിരുന്നു. മലവും മൂത്രവും എല്ലാം ബെഡിലായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് 10-40 ദിവസം ഞങ്ങൾ വണ്ടാനത്ത് ഓപ്പറേഷനായിട്ട് കിടന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അമ്മച്ചി എണീറ്റ് നടക്കാൻ സാധ്യതയില്ല, തളർന്നു പോകാൻ മാത്രമാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ MRI സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടിൽ അത് ക്യാൻസർ ആകാൻ നല്ല സാധ്യതയുണ്ടെന്ന് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. ഞങ്ങൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മച്ചി തളർന്നും പോകരുത്, എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ഉണ്ടാകുകയും ചെയ്യരുതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം അമ്മച്ചിയുടെ നടുവിൽ ഞാൻ തൂത്തു കൊടുക്കുമായിരുന്നു. അമ്മച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകം അരയിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റ് വെച്ച് കെട്ടും, പ്രാർത്ഥിക്കാൻ നേരം എടുക്കും, വീണ്ടും അത് അരയിൽ ബെൽറ്റിൽ കെട്ടി ധരിച്ചാണ് അമ്മച്ചി കട്ടിലേക്ക് കിടന്നിരുന്നത്. അതിൻ്റെ ഫലമായി അച്ഛൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഫോണിൽ ഞാൻ അമ്മച്ചിക്ക് വെച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി പ്രാർത്ഥനയുടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെയും ഫലമായി അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മച്ചി നടക്കുകയും ഡോക്ടർ അപ്പം തന്നെ പുറത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മൾ പേടിച്ചതുപോലെ ഒരു കുഴപ്പവുമില്ല, അമ്മച്ചിക്ക് ക്യാൻസറിൻ്റേതായ ഒരു കുഴപ്പങ്ങളുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ അതിൽ നിന്നും അമ്മ കരകയറ്റി. അതിനമ്മയ്ക്ക് നന്ദി പറയുന്നു. വീണ്ടും അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം 3 മാസമായപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 5ാമത്തെ വാരിയെല്ലിന് പൊട്ടലുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നില്ലെന്നും പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമെന്ന് ആരോ പറയുന്നത് പോലെ. അപ്പം ഞാൻ ആ ലിഫ്റ്റിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത ആരെങ്കിലും എന്നോട് പറയണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ, എന്നാൽ മാത്രമേ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയുള്ളൂ മാതാവേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ലിഫ്റ്റിൽ ഒരു 10-12 പേരിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ലിഫ്റ്റിൽ നിന്ന് എന്നെ വഴക്കിട്ടു, ഡോക്ടർ പറഞ്ഞ് കേൾക്കാതെ നീ പോകുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 10-12 പേരിൽ ആരും മിണ്ടിയില്ല. ഒരു സ്ത്രീ മാത്രം അമ്മച്ചിയോട് കാര്യം ചോദിച്ചു, എന്താണ്? അപ്പോൾ അമ്മച്ചി കാര്യം പറഞ്ഞു, ഇങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ആകുന്നില്ല. അപ്പോൾ അവർ വളരെ അധികാരമുള്ള ഒരു സ്വരത്തിൽ എന്നെ അവർ വഴക്കിട്ടു, നീ ഇവിടെ ഡോക്ടർ പറയാതെ കേൾക്കാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാൽ നിന്നെ അവർ സ്വീകരിക്കുമോ, അതുകൊണ്ട് വേഗം പോയി ബുക്ക് എടുത്ത് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. എന്നിട്ടും ഞാൻ പുറത്ത് വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ ആ സ്ത്രീ വീണ്ടും എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തു. ഞാൻ ആ ചേച്ചിയെ വിളിച്ചു, ചേച്ചി ഒന്നിങ്ങോട്ട് വന്നേ, ചേച്ചി ഉടമ്പടി എടുത്തതാണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി വേഗം സാരിയുടെ ഇടക്കുന്ന് ഇങ്ങനെ മാല ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ ഉടമ്പടി കാശ് രൂപത്തിൻ്റെ ലോക്കറ്റ് ആ ചേച്ചിയുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ മോളെ, എൻ്റെ മാതാവാണ് എനിക്കല്ല, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. അങ്ങനെ ആശുപത്രിയിൽ കിടന്നു. ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസമൊന്നും എനിക്ക് കുഴപ്പമില്ല. 3ാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് തീരെ വയ്യാതായി. വയ്യാതെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഗ്യാസ് എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പോകുന്നു, ഭയങ്കര പുക നിറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഉറങ്ങിയില്ല ഒട്ടും. അതുതന്നെയല്ല, രാവിലെ മുതലേ എനിക്ക് മൂത്രം പോകുന്നില്ല, ഭക്ഷണം കീഴ്പോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. ഈ 5ാമത്തെ വാരിയൽ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ശ്വാസകോശത്തിന് ചെറിയൊരു ചുരുക്കമുണ്ടായിരുന്നു. അതിൻ്റെ എന്തോ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്ന്. എനിക്ക് ഭക്ഷണം കീഴ്പോട്ട് ഇറങ്ങുന്നില്ല, ഭക്ഷണം ഈ ഭാഗത്ത് വന്നിങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. ഒരു 2 സ്പൂൺ കഞ്ഞി മാത്രമാണ് ഞാൻ കുടിക്കുന്നത്. ആ കഞ്ഞി കുടിച്ചാൽ തന്നെ തൊണ്ടയുടെ ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തൊണ്ടക്കിട്ടെങ്ങാനും ഒന്ന് കൊള്ളുകയാണെങ്കിൽ ഉടനെ ഈ ഭക്ഷണം അനക്കം തട്ടുമ്പോൾ കക്കി പുറത്തോട്ട് പോരുമായിരുന്നു. അപ്പോൾ ഭക്ഷണവും ഒന്നും കീഴ്പോട്ടും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മൂത്രം പോകുന്നില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം കൊച്ചു ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കിങ്ങനെ ഭക്ഷണം കീഴ്പോട്ട് ഇറങ്ങുന്നില്ല, എനിക്ക് മൂത്രവും പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു നമുക്ക് നോക്കാം, നാളെ മെയിൻ ഡോക്ടർ വരുമ്പോൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. എനിക്ക് വേദന കൊണ്ട് ഒരു തരത്തിലും കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. സിസ്റ്റർ വന്ന് 3-4 ഇഞ്ചക്ഷൻ തന്നു, ട്രിപ്പ് ഇട്ടു, എന്നിട്ടും ഒരു കുറവില്ല. വെളുപ്പിന് 4 മണിയായപ്പോൾ ഞാൻ ഓർത്തു, ഇന്നലെ രാവിലെ ഞാൻ മൂത്രമൊഴിച്ചതല്ലേ, ഒന്ന് മൂത്രമൊഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ പോയി. ഒത്തിരി പ്രഷർ കൊടുത്തിട്ടും മൂത്രം വരുന്നില്ല. ഒരു 1-2 തുള്ളി, അതും നല്ല കടും മഞ്ഞയും ചുവപ്പും കലർന്ന കളറിൽ 1-2 തുള്ളി മൂത്രം വന്നു.
അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നിട്ട് എനിക്ക് കിടന്നപ്പോൾ തൊട്ട് എൻ്റെ കാലിൻ്റെ വെള്ള തൊട്ട് തണുത്ത് മരവിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കൃപാസനം ഹീലിംഗ് പ്രെയർ എന്ന് ഫോണിൽ അടിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന വന്നു. ആ പ്രാർത്ഥനയിൽ ആദ്യം അച്ഛൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നു എന്ന്. അങ്ങനെ അതുകൂടി അടുത്ത പ്രാർത്ഥന അച്ഛൻ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ശ്വാസത്തിൻ്റെ എന്തോ പ്രശ്നം ഇവിടെ തടസ്സമുള്ളത് കൊണ്ടാണ് ഭക്ഷണം കീഴ്പോട്ട് ഇറങ്ങാത്തതെന്ന്. അങ്ങനെ ഈ 2 പ്രാർത്ഥനയും കരഞ്ഞുകൊണ്ട് ഞാൻ കൂടി, നാളെ എന്നെ വേറെ എങ്ങോട്ടും ആശുപത്രിയിലോട്ട് മാറ്റാനിടയാക്കരുത്, എനിക്ക് എന്ത് തന്നെയാണേലും അമ്മ മാതാവ് എനിക്കിത് മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തപ്പോൾ നമ്മളുടെ നോർമൽ കളറിൽ അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നോർമൽ കളറിൽ എൻ്റെ മൂത്രം പെട്ടെന്ന് പോയി. കാര്യം 24 മണിക്കൂർ ഏകദേശം അപ്പോൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ യാതൊരു തരത്തിലും ആ നോർമൽ കളറിൽ മൂത്രം പോകാൻ ഒരു സാധ്യതയുമില്ല, നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നി. പിന്നെ വെള്ളം കുടിച്ചപ്പോഴാണ് മനസ്സിലായത്, കാല് വയറാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, വെള്ളം ഇങ്ങനെ കീഴ്പോട്ട് ഇറങ്ങി വയറിൻ്റെ ഈ ഭാഗത്തൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. എനിക്ക് എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു. അത് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ആശുപത്രിയിൽ വെച്ച് അതെനിക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ മാറ്റിത്തന്നു. അതിനമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ ഈ ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യമുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി പോരാൻ ഞാൻ ഡോക്ടറിനോട് ഒത്തിരി നിർബന്ധിച്ചു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, താൻ ഇവിടെ കിടക്കുന്നത് പോലെ അനങ്ങാതെ വീട്ടിൽ ചെന്ന് കിടന്നില്ല എന്നുണ്ടെങ്കിൽ വാരിയല് പൊട്ടിയതുകൊണ്ട് അത് ശ്വാസകോശത്തിൽ കുത്തിക്കയറാനും 5 മിനിറ്റ് കൊണ്ട് ലങ്സിൽ വെള്ളം കെട്ടിയിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് മാതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. അത് കഴിഞ്ഞ് വീണ്ടും 1.5 ആഴ്ച വീട്ടിൽ റെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ വാരിയൽ പൊട്ടിയതിൻ്റെ വേദനയെല്ലാം നല്ല വേദനയായിരുന്നു. ആ വേദനയെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹനമായിട്ടാണ് ഞാൻ മാതാവിനെ കാഴ്ചവെച്ചത്. അങ്ങനെ അതിനെ തുടർന്ന് ജോസഫ് അച്ഛൻ്റെ വന്ന് കൈവെപ്പ് പ്രാർത്ഥന ഞാൻ കൂടി. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ശ്വാസകോശം റെഡിയാകുന്നതിന് വേണ്ടി റെസ്പൈറോമീറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണം എനിക്ക് തന്നിരുന്നു. അത് ഊതി അതിൽ 3 ബോളുണ്ട്, ആർക്കെങ്കിലും അറിയാൻ പറ്റും. ആ 3 ബോളും നമ്മൾ ഉയർത്തണമായിരുന്നു, നമ്മളുടെ ശക്തി കൊണ്ട് ഊതി ഉയർത്തണമായിരുന്നു. പക്ഷേ ഞാൻ എത്ര ഊതിയിട്ടും 1 ബോൾ പൊങ്ങുന്നുണ്ട്, 2ാമത്തെ ബോളിൻ്റെ പകുതി വരെ. ബാക്കി 2ാമത്തെ ബോൾ പോലും ഫുള്ള് പൊങ്ങുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നെ കളിയാക്കി ചോദിക്കുമായിരിക്കും, തനിക്ക് ശ്വാസകോശം ഇല്ലേടോ? നമ്മുടെ ഡോക്ടറെ ശ്വാസകോശം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പക്ഷേ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആ സ്പൈറോമീറ്റർ ഊതിയപ്പോൾ അത്ഭുതകരമായി 3 ബോളും പൊങ്ങി. അപ്പോൾ എൻ്റെ ഇത് സൗഖ്യപ്പെട്ടുവെന്നാണ് അതിൻ്റെ അടയാളം. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അടുത്തത് 2017 ഞാനിവിടെ ഒരു മരിയൻ കൃപാഭിഷേക ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനത് കൂടിയ സമയത്ത് എനിക്കൊരു പ്രാർത്ഥന കിട്ടി. ഞാനിപ്പോൾ പറയുന്ന സമയം പോലും എടുക്കുന്നില്ല ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയത്. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: പരിശുദ്ധാത്മാവ് തന്നെയായ പരിശുദ്ധ മറിയമ്മേ, അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒരു ഭ്രൂണമായി സ്വീകരിക്കണമേ. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ എന്നെ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ. ആ പ്രാർത്ഥന കേട്ട് പെട്ടെന്ന് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന 2-3 പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചു. 2017 എനിക്ക് ഈ പ്രാർത്ഥന കിട്ടിയത്. പിന്നെ പതിയെ ഞാൻ ആ പ്രാർത്ഥന മറന്നുപോയി. ഈ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് എനിക്ക് നടക്കാൻ അനുവാദമില്ല, ഞാൻ കിടന്നുകൊണ്ട് ആരാധന കൂടുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് 2025 ജനുവരിയിൽ, 2017 കിട്ടിയ മെസ്സേജാണ്, 2025 ജനുവരിയിൽ ആരാധന കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിലോട്ട് വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, അത് തന്നെയാണ് ഉടമ്പടി, മാതാവിൻ്റെ മടിയിൽ പ്രസവിക്കുന്നത് നിൻ്റെ മരണമാണെന്നും. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ഇപ്പോൾ 5 വർഷമാകുന്നു ഞാൻ ഉടമ്പടിയിലായിട്ട്. മാതാവിൻ്റെ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു തന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. അങ്ങനെ ഇവിടെ ഉടമ്പടിയിൽ ഞാൻ ഈ പ്രാവശ്യത്തെ നിയോഗമായി അതെഴുതി എൻ്റെ
എൻ്റെ പേരെഴുതിയിട്ട് എന്നെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിക്കണമേ. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ. അതിനുശേഷമാണ് ഇവിടെ വന്നിരുന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ മാതാവ് അവസരം നൽകിയത്. അതിപ്രകാരമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി സ്വീകരിക്കുകയാണ്. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് പോലെ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്തി ഉടമ്പടിയിലൂടെ വളർത്തി ക്രിസ്തുവിൻ്റെ മടിയിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവിനെ ക്രിസ്തുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നാണ് അമ്മ എനിക്ക് 8 വർഷങ്ങൾക്ക് ശേഷം അമ്മ അത് മനസ്സിലാക്കി തന്നത്. ഇത്രയും വലിയ കാര്യം ചെയ്ത അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അടുത്തതായി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്പോൺസറുണ്ട്. അവർ UK-യിലുള്ളവരാണ്, വിദേശികളാണ്. അവരെൻ്റെ അച്ഛനും അമ്മയാണ്. ഞങ്ങൾ അതുപോലെ തന്നെയാണ് അവർ സ്നേഹിക്കുന്നത്. അവർ ഡിസംബർ 14 കേരളത്തിൽ വന്നു. ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞാൻ അവരുമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു. മാതാവിനെ കാണിച്ചു കൊടുത്തു. മാതാവിൻ്റെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഡിസംബർ 8 ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ ഒരു മോതിരം, അതായത് ഇന്ദ്രനീല കല്ല് പതിപ്പിച്ച ഒരു മോതിരം അവർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ട് പറഞ്ഞു, നമ്മളെ തമ്മിൽ ദൈവമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം സത്യമാണോ എന്നറിയാൻ ഞാൻ കുറേ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സത്യമാണെന്ന് കൃപാസനത്തിൽ വന്നപ്പോൾ ദൈവം കൊടുത്ത ബോധ്യത്തിൻ്റെ പുറത്താണ് അവർ ഈ മോതിരം തന്നിട്ട് പറഞ്ഞത്, ഞങ്ങളിനി വരികയില്ല, അതുകൊണ്ട് നീ ഇതിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ മോതിരം തന്നത്. അപ്പോൾ നമ്മുടെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇന്ദ്രനീലക്കല്ല്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അമ്മ എൻ്റെ ഉടമ്പടി അമ്മ അംഗീകരിച്ചത് കൊണ്ടാണ് എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നതെന്ന്. അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ തുടർന്നുള്ള 2-3 പ്രാവശ്യത്തെ ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ആരാധനയിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, അടുത്ത ഉടമ്പടിയുടെ പേപ്പറിൻ്റെ കളറ് ഇന്ദ്രനീല കളറാണെന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മാതാവിൻ്റെ ഉടമ്പടി സ്വീകരിച്ചു, അതുകൊണ്ടാണ് മാതാവിനിക്ക് മോതിരം തന്നതെന്ന്. അതിന് അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, വൃദ്ധസദനത്തിൽ രോഗികളെ കുളിപ്പിക്കാൻ ഞാൻ പോകാറുണ്ട്. പിന്നെ കൃപാസനം പത്രം എല്ലായിടത്തും വിതരണം ചെയ്യുന്നു. ആരെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിച്ച് വെച്ചേക്കുന്ന പത്രങ്ങളാണെങ്കിലും എല്ലാം ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമായി എൻ്റെ മനസ്സിൽ തോന്നിച്ചത്, ദൈവവചനം എഴുതി ഓരോ പത്രത്തിൻ്റെ കൂടെയും പ്രിൻറ്റ് ചെയ്ത്, അതായത് ഞാൻ പച്ച കളറിലുള്ള പേപ്പർ വാങ്ങി ഒരു പേപ്പർ എടുത്ത് കയ്യിൽ പിടിച്ച് അത് കിട്ടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം ചൊല്ലും, ബൈബിൾ തുറന്ന് ഒരു വചനമെടുത്ത് അത് കൃപാസനത്തിലെ മറ്റ് സാക്ഷ്യങ്ങളൊന്നും മറഞ്ഞു പോകാത്ത രീതിയിൽ ഞാനതിലൊട്ടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാറുണ്ട്. ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തുടരുവാനുള്ള കൃപ മാത്രം അമ്മ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കും. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മോളി പാട്രിക്, ഇതെൻ്റെ മോൻ കരോൾ പാട്രിക്. ഞങ്ങൾ വരുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. 2022 ജൂൺ 20 ഈ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചത്. എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ 3 മാസം ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോയി. ഞാൻ ഉടമ്പടിയിലായിരുന്ന ഈ സമയത്ത് എൻ്റെ മകൻ മംഗലാപുരം ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് അവന് അലർജി പോലെ തോന്നിക്കുന്ന ഒരു സിംറ്റംസ് ബോഡിയിലുണ്ടായി. ഹെഡേക്ക് ഉണ്ടാകുക, കണ്ണ് ചുവന്ന് വരിക, അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുള്ളു കൊള്ളുന്ന പോലെ ഒരു തോന്നൽ, ഇച്ചിങ്, അതുപോലെ തന്നെ ബോഡി ഹീറ്റാകുക, ഇങ്ങനെ കുറച്ച് സിംറ്റംസ് കാണിച്ചു. ഇതിങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ അവനോട് നാട്ടിലേക്ക് വരാൻ പറയുകയും ഞങ്ങൾ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ബ്ലഡ് ചെക്ക് ചെയ്ത സമയത്ത് അവൻ്റെ ബ്ലഡിൻ്റെ അകത്തെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉയർന്നിരിക്കുന്നതായിട്ട് കണ്ടു. നേരത്തെ ഒരു സാധാരണ ഒരു ടെമ്പറേച്ചറൊക്കെ വരുമ്പം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 13.8, 13.6 ആ ലെവലിലൊക്കെ ആയിരുന്നു ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് പരിശോധിച്ച സമയത്ത്
17.2 ആയിട്ട് ഹീമോഗ്ലോബിൻ ഉയർന്നതായി കണ്ടു. അവൻ്റെ സിംറ്റംസും ഈ ഹീമോഗ്ലോബിൻ ഉയർന്നതും കൂടെ കണ്ടപ്പോൾ ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് ആ ലെവൽ അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 1-2 ഡോക്ടേഴ്സിനോട് ഒപ്പീനിയൻ തേടിയതിന് ശേഷം ഞങ്ങൾ മംഗലാപുരമുള്ള KMC ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടി ഡോക്ടർ ഇവിടുന്ന് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇതേപോലെ ഇനിയും ഇതിൻ്റെക്കാൾ കൂടുതലോ അതിൽ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു ഹെമറ്റോളജിസ്റ്റിനെ കാണണം, ബ്ലഡ് വേണമെങ്കിൽ അധികം വരുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. പിന്നെ മാത്രമല്ല ഇന്ന് തന്നെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടെസ്റ്റുകൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞ് ആ ടെസ്റ്റുകളെല്ലാം ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ നടത്തി. ECG, എക്കോ, അൾട്രാസൗണ്ട് എന്ന് വേണ്ട എല്ലാ പരിശോധനകളും നടത്തി. ഈ പരിശോധന നടത്താൻ പോയപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. എൻ്റെ അമ്മയുടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്ത് ഞാനും ഹസ്ബൻഡും വെളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു, പക്ഷേ ഹീമോഗ്ലോബിൻ മാത്രം അങ്ങനെ ഉയർന്നു നിന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നെക്സ്റ്റ് മന്ത് വരണം, പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ OPDയിലിരുന്ന് ആ സമയത്ത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, എൻ്റെ അമ്മേ, ഞാൻ ഉടമ്പടിയിലാണ്, അമ്മയുടെ അടുക്കൽ ഞാൻ ഉടമ്പടി എടുത്തതാണ്. എൻ്റെ മോൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവല് അമ്മ ഈ നിമിഷം തന്നെ ഇടപെടണം, ഹീമോഗ്ലോബിൻ്റെ ലെവല് കുറയ്ക്കണം, അബ്നോർമൽ അവസ്ഥയിലേക്ക് പോകാതെ നോർമൽ സ്റ്റേജിൽ തന്നെ നിർത്തണം, ഒരു ബ്ലഡ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയോ ഹെമറ്റോളജിസ്റ്റിനെ കാണേണ്ട ഒരു അവസ്ഥയോ വരുത്തരുതേ. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ച നേർന്നു. ഞങ്ങൾ നെക്സ്റ്റ് മന്ത് വീണ്ടും ഇവൻ്റെ പരിശോധന നടത്തി. പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഉടമ്പടി കാശുരൂപം ഇവൻ്റെ കയ്യിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ ഇടപെട്ടു. അവൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ 17.2 നിന്ന് 14.6 ആയിട്ട് അമ്മ കുറച്ച് തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉയർന്നിട്ടില്ല, നോർമൽ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. പരിശുദ്ധ അമ്മ തൊട്ട് സൗഖ്യം നൽകി. അവൻ മാത്രമല്ല അവൻ്റെ ബോഡിയിലെ കംപ്ലീറ്റ് സിംറ്റംസും അമ്മ എടുത്തു മാറ്റി. അതിനുശേഷം ഇന്നോളം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതിനുശേഷം അവൻ്റെ ആ ജോലിയിൽ നിന്ന് അവനെ ഇറങ്ങി. ജോലിയില്ലാതെ ഒരു 1 മന്തോളം വീട്ടിലിരുന്നു. വീട്ടിലിരുന്ന സമയത്ത് അവന് ജോലിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം, മനപ്രയാസം ഉണ്ടായി. ഞങ്ങൾ കുടുംബസമേതം, ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഇരുന്ന് കുടുംബസമേതം ഞങ്ങൾ കൊന്ത ചൊല്ലി വളരെ തീക്ഷ്ണമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധമ്മ ഇടപെട്ടു. ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂർ ഒരു അമേരിക്കൻ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണക്റ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവൻ ലെക്ചറായിട്ട് ജോലി കൊടുക്കുകയും ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രൊമോഷനോട് കൂടി അമ്മ അവനെ ഉയർത്തുകയും ചെയ്തു. ആ കണക്റ്റഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മീഡിയ മാനേജറായിട്ട് ഉയർത്തി. സ്റ്റിൽ ഇപ്പോഴും അവൻ ആ ജോലിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാനൊരു നിയോഗം ഇവന് വേണ്ടി എഴുതിയിട്ടിരുന്നു. ഈശോ ഏത് മേഖലയിലാണോ ഇവൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ മേഖലയിലേക്ക് പരിശുദ്ധ ദൈവമാതാവേ നീ ഇവനെ കൂട്ടിക്കൊണ്ട് വരണേ, അമ്മ ഇടപെടണമേ, കൃപാസനം മാതാവെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ എഴുതിയിട്ടിരുന്നു, ഒരു നിയോഗം വെച്ചിരുന്നു. ഈ 2025 ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ ഇവൻ്റെ ജോലി അമ്മ വർക്ക് ഫ്രം ഹോമിലേക്ക് ആക്കുകയും നാട്ടിലേക്ക് വരികയും ചെയ്തു. ഇവൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവൻ പഠിച്ച മംഗലാപുരം സെൻറ്റ് അലോഷ്യസ് കോളേജിൽ വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും അവൻ അവിടെ അന്വേഷിക്കാൻ പോവുകയും ചെയ്തു. ഈ സമയത്ത് HOD കണ്ട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് പറയുന്നത് ഈ കോളേജ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കി എന്നുള്ള കാര്യവും അവിടെ PhD സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും. ഇവൻ പഠിച്ച സമയത്ത് ഇത് ഓട്ടോണമസ് കോളേജായിരുന്നു. മാതാവ് ആ സമയത്ത് അമ്മ അതിലേക്ക് അവനെ വഴി നടത്തുകയായിരുന്നു. അവൻ അവിടുന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ, PhDക്ക് അപ്ലൈ ചെയ്യണോ? ഇതിനു മുമ്പ് PhDക്ക് അപ്ലൈ ചെയ്യുന്നോ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവൻ ഒട്ടും അതിനെ ആഗ്രഹിക്കാത്തൊരു മകനായിരുന്നു. PhDക്ക് പോവുകയില്ല എന്ന് ശാഠ്യത്തോടെ തന്നെ പറഞ്ഞൊരു മകനായിരുന്നു. അതിനുശേഷം ഇവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ നെഞ്ചിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപമുണ്ട്, കാശുരൂപത്തെ പിടിച്ച് അമ്മയോട് നീ ചോദിക്കുക, അമ്മ എന്താണോ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ച് നീ ചെയ്യ്, ഞാനൊരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കൊന്ത ചൊല്ലി പരിശുദ്ധമ്മയുടെ ഒരു കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ PhDക്ക് അപ്ലൈ ചെയ്തു. അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻട്രൻസിൻ്റെ പേപ്പർ വന്നു. എൻട്രൻസിൻ്റെ പേപ്പർ വന്ന് ഇവൻ എൻട്രൻസ് എഴുതാൻ വേണ്ടി പോയി. എൻട്രൻസ് പരീക്ഷ 3 മണിക്കൂറോളമായിരുന്നു. എക്സാം എഴുതി തിരിച്ചു വന്നു. ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ റിസൾട്ടും വന്നു. ഇവന് PhDയിൽ ഫിസിക്സിനാണ് എക്സാം എഴുതിയത്. അതിൽ എഴുതിയ കുട്ടികളിൽ 2nd റാങ്കോടെ അമ്മ പാസ്സാകാൻ, എൻട്രൻസ് എക്സാം പാസ്സാകാൻ അമ്മ അനുവദിച്ചു. പരിശുദ്ധ അമ്മയാണ് അവലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുവന്നതും അവനെ കരുതിയതും
എല്ലാം അമ്മയുടെ കൃപ, ഈശോയുടെ കാരുണ്യം അത് മാത്രമാണെന്ന് അവനും ഞങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് 8 മാസമായി അവൻ റിസർച്ചിൽ തുടരുകയാണ്. ഇതുവരെ അവന് മാതാവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കരുതലിനും എൻ്റെ കുടുംബസമേതം ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. അവൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഇത് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്, അവനും ബോധ്യമുണ്ട്. നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നേർച്ച വസ്തു ഉപയോഗിച്ച് തന്നെയാണ് അവൻ്റെ കരങ്ങളിൽ, അവൻ ദൂരെയാണ് ഇരിക്കുന്നെങ്കിലും അവൻ്റെ അടുക്കൽ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ വിശുദ്ധ ഉപ്പും വിശുദ്ധ തേനും കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അവനും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഉടമ്പടിയോട് ചേർന്നാണ് എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞും എൻ്റെ ഉടമ്പടിയോട് ചേർന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരും എൻ്റെ കൂടെ തന്നെയാണുള്ളത്. അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് 2022 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് 6 വർഷം മുന്നേ ഇയർലി ഒരു മിനിമം 3 പ്രാവശ്യമെങ്കിലുമായിട്ട് എനിക്ക് ബാലൻസ് പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. ഇയർ ബാലൻസ് പ്രോബ്ലം വന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച്. വളരെ സിവിയറായിട്ട് വരുമായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയാല, എൻ്റെ കണ്ണ് ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയാല. ഞാൻ ഒത്തിരിയേറെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊട്ടാഷ്യം താഴും. ചില സമയങ്ങളിൽ ആംബുലൻസിന് വരെയും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത്രയ്ക്കും അവസ്ഥയിലേക്ക്, വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകുമായിരുന്നു. ഒരു 3 ആഴ്ചയോളം പിടിക്കുക എൻ്റെ തലയൊന്നും നേരെയാകാൻ, ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയാലായിരുന്നു. ഈ അവസ്ഥയിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 പക്ഷേ ഞാൻ ഈ വിശുദ്ധ മണ്ണിൽ ചവിട്ടിയ സമയത്ത് തന്നെ പരിശുദ്ധ ദൈവമാതാവ്, എൻ്റെ കാര്യം ഞാനിത് നിയോഗത്തിൽ വെച്ചിട്ടില്ല, പക്ഷേ അമ്മ എന്നെ ഓർത്തു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഇയർ ബാലൻസ് പ്രോബ്ലം ഇതിലൂടെ പോയെന്ന് എനിക്കറിയില്ല. അമ്മ ഇത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി തന്നു. ഞാൻ പല ENT ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആർക്കും അത് പരിഹരിച്ചു തരാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പറയും വെർട്ടിഗോയാണ്, ബെർട്ടിൻ ടാബ്ലറ്റ് കഴിക്കുക. അങ്ങനെ ഒരു 2 ആഴ്ച കഴിക്കും, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. വീണ്ടും ഇത് ആവർത്തിക്കും. എനിക്ക് മനസ്സിന് ഭയങ്കരമായ പേടിയായിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കാനും അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് സ്റ്റാഫില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെ എനിക്ക് പേടി. ഏത് സമയത്താണ് ഈ തലകറക്കം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റിയല്ല. അത്രയും മനസ്സ് എൻ്റെ വളരെ തളർന്നു പോകുന്നൊരവസ്ഥയായിരുന്നത്. അതിൽ നിന്ന് പരിശുദ്ധ അമ്മ എനിക്ക് പരിപൂർണമായ വിടുതലാണ് അമ്മ എനിക്ക് നൽകിയത്. അതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഈ നിമിഷം ഞാൻ ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. ഈ ജനുവരി ഒരു നൈറ്റിലും മാർച്ച് മാസം ഒരു ഡേയിലുമായിട്ട് എനിക്ക് നേരിയ തോതിൽ ബാലൻസ് പ്രോബ്ലം വന്നു. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണേലും ഇതുവരെയും എനിക്ക് സെവിയറായിട്ടുള്ള ബാലൻസ് പ്രോബ്ലം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ട് ഇത് എടുത്തു മാറ്റിയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന് അമ്മയോട് ഈശോയോട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം വളരെ ചിട്ടയോടെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം. മാത്രമല്ല, നേരത്തെയൊക്കെ ഞാനൊരു 2 കൊന്ത രാവിലെയും വൈകുന്നേരം 2 കൊന്ത ചെല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് കൊന്ത എത്ര കൊന്ത അർപ്പിച്ചാലും എത്ര കൊന്ത ചെല്ലിയാലും എനിക്ക് മടുപ്പ് വരികയില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, കിഡ്നി രോഗികൾക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരിയേറെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ എനിക്ക് എൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്നൊരു കൃപ എനിക്ക് അമ്മ നേടിത്തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടുന്ന് വരുന്ന പത്രങ്ങൾ, കൃപാസനം പത്രത്തിൽ വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ ഇത് എത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ കൃപാസനം പത്രം ഞാൻ കൊടുക്കുന്നു. അധികം കൃപാസനം പത്രം, ഒരു 80% കൃപാസനം പത്രവും ഞാൻ കൊടുത്തിരിക്കുന്നത് നോൺ ക്രിസ്ത്യൻസിനാണ്. അത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ, എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ അനുഭവസാക്ഷ്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് പങ്കുവെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അകത്ത് ചൊവ്വാഴ്ച ദിവസത്തെ അച്ഛൻ്റെ ടോക്ക്, ആരാധന, വളരെ ഭക്തിപൂർവ്വം ഒറ്റ ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കാനും, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാനും, അല്ലാത്ത സാക്ഷ്യങ്ങളെല്ലാം തന്നെ കൂടാനും അത് ഷെയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ്, അതും ഒരിക്കലും മുടങ്ങാറില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്ന ഡിസേബിളായിട്ടുള്ള പിള്ളേരുടെ അടുക്കൽ, എൻ്റെ പ്രൊഫഷനും അനുസരിച്ച് ഡിസേബിളായിട്ടുള്ള പിള്ളേരുടെ അടുക്കൽ പോവുകയും അവർക്ക് എന്നാൽ കഴിവുള്ള വിധത്തിൽ ഏത് ടെസ്റ്റുകളാണോ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്തു കൊടുക്കുകയും, അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ കാണാൻ പോവുകയും ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും, ഞങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഫൈനാൻഷ്യലായിട്ടും ഫുഡായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങളായിട്ടും ഞങ്ങളെ കഴിവുള്ള വിധത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു പോരുന്നു.
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളതിനെ ഒക്കെ മാറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈശോ നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ ഉടമ്പടിയായിട്ട് കരുതുന്നു. നിത്യത വരെയും എൻ്റെ ഈശോയോടും മാതാവിനോടും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും. എൻ്റെ ഇന്നത്തെ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് അമ്മയ്ക്ക് ഞാനൊരു ഗിഫ്റ്റായിട്ട് ഇത് ഞാൻ സമർപ്പിക്കുന്നു. ഇന്നോളം നൽകിയ ഇനിയും നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എൻ്റെ ഈശോയോടും മാതാവിനോടും ഞാൻ 1000 നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം തിരുവചനം. നിങ്ങളിവിടെ എത്തുന്നതുവരെ കടന്നുപോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിക്കുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ഓരോ സാക്ഷ്യങ്ങളും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം നമ്മെ വഴി നടത്തുന്ന ഒരു വലിയ ജീവിത രീതിയെക്കുറിച്ചാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി പറയേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യത്തെക്കുറിച്ച് ഈ സഹോദരിക്ക് മനസ്സിലായതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി മകൾ ഏറ്റുപറയുന്നത്. ഞാൻ നന്ദി പറയാൻ വൈകിയതുകൊണ്ട് എനിക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ജീവിതം എനിക്ക് സാധ്യമായി എന്ന് പറയുന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിരുന്ന ഒരു അസുഖത്തിൽ നിന്ന് ഒരു ഇയർ ഇംബാലൻസ് വീണ്ടും അപ്പോഴിപ്പോഴുമൊക്കെ എന്നെ ഓർമ്മിപ്പിക്കലിൻ്റെ ഒരു കരുതലായി പരിശുദ്ധ അമ്മ എനിക്ക് സാമീപ്യം നൽകി സൗഖ്യത്തെ ഓർമ്മിപ്പിച്ച് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയേണ്ടതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിയ ഒരു സാക്ഷ്യമാണിത്. ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി വിട്ടപ്പോൾ ഒരു സമറായൻ മാത്രമാണ് ഈശോയ്ക്ക് നന്ദി പറയാനായി തിരിച്ചു വന്നത്. നാം അവരിലൊരു വ്യക്തിയാണോ, ആ 9 പേരിൽ ഒരാളാണോ എന്നുള്ളതാണ് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഏറ്റുപറയേണ്ട, ചിന്തിക്കേണ്ട, വിചിന്തനത്തിനുള്ള ഒരു വലിയ ആസ്പെക്റ്റ്. മകൻ്റെ ഒരു വലിയ നിയോഗമായിട്ടാണ് മോളി എന്ന സഹോദരി ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. മകൻ ഒരു IT കമ്പനി എംപ്ലോയി ആയിരുന്നു. ഇന്ന് മകൻ ഉയർന്നു നിൽക്കുന്നത് ഒരു നല്ല ജോലിയും അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മകനും അതുപോലെ തന്നെ ഒരു PhD റിസർച്ചറുമായിട്ടാണ്. അത്രമാത്രം പരിശുദ്ധ അമ്മ ഈ മകനെ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവരെ ഉയർത്തുന്ന ഒരു വലിയ സാക്ഷ്യമായി നിൽക്കുന്നു. നാം എപ്പോഴും നന്ദിയുടെ ഒരു ജീവിതം മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റെപ്പും പരിശുദ്ധ അമ്മ തന്നെയാണ് ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നാം ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ അടിക്കടിയുള്ള ആ ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധിയുമെല്ലാം നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയുടെ ഒരു പരിപാടി കൂടിയാണിത്. ഓരോ മക്കളും ഏറ്റുപറയുമ്പോൾ ഞാൻ എങ്ങോട്ട് തിരിയണം, എൻ്റെ അടുത്ത നിമിഷം എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം വളരെ കൃത്യമായി പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കരുതലോടെ പരിശുദ്ധ അമ്മയോട് കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഈ പരിപാടിയോട്, ഈ പദ്ധതിയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ സഹോദരി പറയുകയുണ്ടായി, എനിക്കിനി നിത്യതയോളം ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കും. ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും നമുക്ക് എന്തുമാത്രം നാം ഈശോയുടെ അടുത്തു എന്ന് നാം വിചിന്തനം ചെയ്യുകയാണ്. നമ്മളെ തന്നെ വിശ്വസ്തതയെ നാം മാറ്റുരച്ച് നോക്കുകയാണ്. ഓരോ തവണയും ജപമാല ജപിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയെ എന്തുമാത്രം സ്നേഹിക്കുന്നു, ഞാൻ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഓരോ മണികളും ഞാൻ ഉരുവിടുന്നത് എന്നൊക്കെ ഈ മകൾ ഇന്ന് ഇവിടെ ഏറ്റുപറയുന്നുണ്ട്. ഓരോ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും എൻ്റെ കാരുണ്യപ്രവൃത്തികൾ ഞാൻ അർഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴുണ്ടാകുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകുന്ന ഒരു വലിയ വ്യത്യാസം, ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതം എത്രമാത്രം ഉയർന്നു നിൽക്കുന്നുവെന്നൊക്കെ ഈ മകളുടെ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറാണോ? എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ഓരോ കണ്ണീരും ഈശോ കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട്. അതെല്ലാം ഞാനൊരു സന്തോഷത്തോടെ മോശയെപ്പോലെ പാടി തിമർക്കുവാൻ, ദാവീദിനെ പോലെ നൃത്തം വയ്ക്കാൻ എനിക്കുള്ള ഒരു സാഹചര്യത്തിനുള്ള വഴിയൊരുക്കുന്നതാണ് നമുക്ക് ഓർമ്മിക്കുകയും നമ്മുടെ സാക്ഷ്യത്തിനായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാനായി നാം നമ്മുടെ മനസ്സിനെ തന്നെ ഒരുക്കാം. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും, നമ്മുടെ മക്കളെയും, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും, ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവരെയും വഴിവിട്ട ജീവിതങ്ങളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക്